My dearest sisters and brothers, my elder brother, Sri Rahul Gandhi, Sri K.C. Venugopal ji, Sri V.D. Satishan ji, Sri Murli Dharan ji, Sri Siddiqui ji, Sri Praveen Kumar ji, Sri Cheria Mohammed ji, Sri Qasim ji, Sri A.P. Anil Kumar ji. I welcome all of you to this meeting. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും എല്ലാ നേതാക്കളെയും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And first of all, I thank all of you from the deepest place in my heart for bringing me here today and for making me your member of parliament. ആദ്യമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നതിനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. As you know, and I said in my very first speech here, it has been 35 years since I have been campaigning for elections. This is the first election I stood for my own election. ഞാൻ നിങ്ങളോട് ഇവിടെ വന്ന് പ്രചരണം തുടങ്ങിയ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ 35 വർഷങ്ങളായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പാണ് ആദ്യമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പാണ്. In these 35 years, I must have met millions of people in these campaigns, interacted with many crowds. ഈ 35 വർഷങ്ങളിൽ ഈ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ജനക്കൂട്ടങ്ങളുമായി ഇടപഴകുകയും ലക്ഷക്കണക്കിന് ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. But I just want to say to you that I remember each one of you who has waited for me here in Wayanad. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me. Everyone who has waited for me on the side of the streets, outside their houses, brought me a flower, given me a hug, given me a kiss. I remember each one of you. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ പ്രചരണത്തിൽ ഇവിടെ കണ്ടുമുട്ടിയ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും, ഓരോ കുഞ്ഞിനെയും, ഓരോ അമ്മയെയും, ഓരോ മകനെയും, ഓരോ സഹോദരനെയും, ഓരോ സഹോദരിയെയും, വീടിന് പുറത്തെന്നെ കാത്തുനിന്നവരെയും, എനിക്കുമായി പൂക്കൾ കൊണ്ട് കാത്തുനിന്നവരെയും, എന്നെ കെട്ടിപ്പിടിച്ചവരെയും, എന്നെ കുമ്മ തന്നവരെയും ഓരോ മുഖവും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And truly from my heart I thank each one of you for what you have given me. യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എനിക്ക് എന്ത് നൽകിയോ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And the value of what you have given me lies in your love and in your trust. നിങ്ങൾ എനിക്ക് എന്താണോ നൽകിയത് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, ആ മൂല്യം നിലനിൽക്കുന്നത് നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. I am in parliament for you. ഞാൻ ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. It is your voice that I will raise. It is your problems that I will try to resolve. It is your beliefs, your values, your hopes and your aspirations that I will stand for each and every day from now until the end. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നു മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസവും ഞാൻ ഉയർത്തുന്നത് നിങ്ങളുടെ ശബ്ദമായിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കും, നിങ്ങളുടെ അഭിലാഷങ്ങളായിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും, നിങ്ങളുടെ ചിന്തകളായിരിക്കും. എല്ലാ ദിവസവും ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ പോവുക. Today is 4 months since the landslide in Churamala and Mundakai. ഇന്ന് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ട് 4 മാസങ്ങളായി. It is 4 months since my brother and I came here and met the victims of the landslide. അവിടുത്തെ ദുരിതബാധിതരെ ഞാനും എൻ്റെ സഹോദരനും ഇവിടെ വന്ന് കണ്ടിട്ട് ഇന്ന് 4 മാസങ്ങളായി. I have spoken about it many times. അതിനെപ്പറ്റി ഞാൻ മുമ്പ് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. But today I want to say that it has been an inspiration for me to see how Wayanad came together, to see how all those people who had lost so much in their lives continued to stand up, continued to fight and went ahead with their lives no matter what had happened.
ഇന്ന് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും വയനാട്ടിലെ ആളുകൾ ഒരുമിച്ച് നിന്നത്, ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ അവരെ എങ്ങനെയാണ് പരിശ്രമിച്ചത് എന്നത് എനിക്കൊരു വലിയ പ്രചോദനമാണെന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. I made 2 little friends when I came here that day. അന്ന് ഞാൻ വന്നപ്പോൾ ഒരു രണ്ട് ചെറിയ സുഹൃത്തുക്കളെ ഞാൻ അന്ന് കണ്ടു. One is a young girl called Lavanya who lost her whole family. മുഴുവൻ കുടുംബത്തെ നഷ്ടപ്പെട്ട ലവാനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ഒരാൾ. And one is a young boy called Muhammad Hani who also lost his whole family and tried his best to save them. Only his grandmother was left as a survivor with him. മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു പയ്യനെ ഞാൻ കണ്ടു. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. ആ കുട്ടി എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശിയെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. And I want to share with you that while I was campaigning in the election, I was thinking I want to send something for Hani and for Lavanya. But of course in the election we are not allowed to. So I thought after the election I'll send something small. I sent Hani a message on WhatsApp and I asked him, do you like soccer? I thought maybe I'll send him some soccer shoes or something. ഞാൻ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് തന്നെ അവരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന്. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് പ്രചരണ സമയത്തൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഹാനിയൊക്കെ അയച്ചു. ഫുട്ബോൾ ഇഷ്ടമാണോ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുട്ബോളിനുള്ള ഷൂകളോ എന്തെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. He said, no, I don't play much soccer. So I said, what do you do then? What are your hobbies? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞില്ല, ഞാൻ ഫുട്ബോളൊന്നും കളിക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് വിനോദങ്ങൾ, എന്താ ചെയ്യുന്നതൊക്കെ ഞാൻ ഹാനിയോടുത്ത് ചോദിച്ചു. And he didn't reply. So after some hours, after I finished all my meetings and road shows for the day, when I picked up the phone, I saw that there was a reply from him and I looked at it and he had replied, my hobby is helping people. ആദ്യം ഞാൻ ഫുട്ബോൾ ഷൂസൊക്കെ ഒന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി തന്നില്ല. കുറേ നേരം മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രചരണം എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വാട്സപ്പിൽ ആ മറുപടി ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ വിനോദം എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കുന്നതാണ്. And I thought to myself, here is this child who has tried to save his mother for 6 hours from the floods and failed. Here is this child who has lost every single member of his family, and he is telling me that his hobby is helping other people who are suffering. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഒരു കുട്ടി, ആ കുട്ടി 6 മണിക്കൂർ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുക്കാൻ പറ്റിയില്ല. കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കുട്ടി എന്നോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ വിനോദം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കലാണെന്ന്. Those words of Hani are a talisman for me. I have written them in my heart. ആ ഹാനിയുടെ ആ വാക്കുകൾ എന്ന് പറയുന്നത് എൻ്റെ രക്ഷാ കവചമാണ്. ആ വാക്കുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. Because this child of Wayanad, one of you, is showing me the way ahead. കാരണം വയനാട്ടിലെ ഈ കുട്ടി, നിങ്ങളിൽ ഒരാൾ മുൻപോട്ട് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരികയാണ്. In many ways the political challenges we face today are like that landslide. പല അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇവിടെ നടന്ന മണ്ണിടിച്ചിൽ പോലെയാണ്. There are no rules. ഒരു നിയമങ്ങളുമില്ല. There is no explanation. പലതിനും വിശദീകരണങ്ങളുമില്ല. And the behavior of the ruling party, the behavior of the BJP knows no democratic norms, no norms that we normally would adhere to in a political fight. ബിജെപിയുടെ പെരുമാറ്റത്തിൽ യാതൊരു ജനാധിപത്യ മര്യാദയുമില്ല. ഒരു രാഷ്ട്രീയ യുദ്ധത്തിൽ, രാഷ്ട്രീയ പോരാട്ടത്തിൽ പാലിക്കേണ്ട ഒരു ജനാധിപത്യ മര്യാദയും അവർ പാലിക്കുന്നില്ല. Institutions are destroyed. നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Even our basic faith in the electoral process, in other institutions that held our country together, wavers. ഇപ്പൊ നമ്മളുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള നമ്മുടെ അടിസ്ഥാന വിശ്വാസം, അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്ന പല സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം, ഇതൊക്കെ ഇപ്പോ ചഞ്ചലപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. And just like Hani's fight is for the basic, for his life to go on from day to day,
Our fight is for the basis on which our country was built. It is for the basic values of our constitution. എങ്ങനെയാണോ ഹാനിയുടെ പോരാട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ വേണ്ടിയുള്ളതാണോ, അതുപോലെ നമ്മുടെ ഇന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. And we require the same kind of courage, the same kind of strength, the same kind of tenacity. അത് മാത്രമല്ല, നമുക്ക് അതേപോലെയുള്ള കരുത്ത് വേണം, അതുപോലെയുള്ള ധൈര്യം വേണം, അതുപോലെ പോരാടാനുള്ള വീര്യം നമുക്ക് വേണം. When I came here during the election, I told you that you gave my brother strength, that I as his sister could see how much courage he got from you. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം കരുത്താണ് എൻ്റെ സഹോദരന് നൽകിയത്. ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് കാണാൻ പറ്റി എത്രമാത്രം നിങ്ങൾ അദ്ദേഹത്തിന് കരുത്ത് നൽകിയെന്ന്. By making me a member of parliament, by showing me your love, by giving me your support, you are also giving me your strength, and you are also giving me courage. അതുമാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ജനപ്രതിനിധിയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിലൂടെ, നിങ്ങളുടെ പിന്തുണ എനിക്ക് നൽകുന്നതിലൂടെ, നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുന്നതിലൂടെ നിങ്ങൾ എനിക്കും നിങ്ങളുടെ ധൈര്യം നൽകുകയാണ്, നിങ്ങളുടെ കരുത്ത് എനിക്ക് നിങ്ങൾ നൽകുകയാണ്. I am here to learn from you. I am here to understand your problems in depth. ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആഴത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. Of course, I know about the night ban. I know about the man-animal conflict, the need for health services, the need for better educational institutions. But I am now here to fight for all of this, to work with you, to understand them properly from you. I will come to you. I will come to your houses. I will meet with you. The doors of my office are open to you. The doors of my home are open to you. Anytime that you need anything, I am here to help with it, to serve you. എനിക്ക് ഇവിടുത്തെ രാത്രിയാത്രാ നിരോധനത്തെക്കുറിച്ചറിയാം, വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ചറിയാം, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും നിങ്ങൾക്ക് വേണമെന്നുള്ള പ്രശ്നത്തെക്കുറിച്ചറിയാം. പക്ഷേ അത് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ അത് ആഴത്തിൽ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. എൻ്റെ ഓഫീസിൻ്റെ വാതിലുകൾ, എൻ്റെ വീടിൻ്റെ വാതിലുകൾ എല്ലായ്പ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കായി, നിങ്ങൾക്കായി തുറന്നു കിടക്കും. I know that you will miss my brother, but I also assure you that I will leave no stone unturned in trying to make for you a stronger, better future. Whether you are a farmer from Wayanad, whether you are a shopkeeper, a businessman, whether you are a friend of mine, a sister, all of you who live here, who work here, I will work with you to improve your life and to make a stronger future for you. എനിക്കറിയാം, എൻ്റെ സഹോദരൻ ഇവിടെ ഇല്ലാത്തപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള നഷ്ടബോധം നിങ്ങൾ അനുഭവിക്കും. അദ്ദേഹത്തെ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭാവം ഇല്ലാത്ത വിധത്തിൽ ഞാൻ കഠിനമായി പരിശ്രമിച്ച് ഇവിടുത്തെ ഒരു കർഷകരാകട്ടെ, ചെറുകിട കച്ചവടക്കാരനാകട്ടെ, ഇവിടെയുള്ള എൻ്റെ സഹോദരിയായ സുഹൃത്തായ ഒരു സിസ്റ്റർ ആകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്നാൽ ആവും വിധം പ്രയത്നിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. I want to thank my brother for all the work he did here for the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങളായി വയനാട്ടിൽ എൻ്റെ സഹോദരൻ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. It is because of your faith in him and your belief in him that you have put your trust in me as well. അദ്ദേഹത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ എന്നിലും ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. I want to thank all the leaders who are assembled here and all the leaders, all the workers of the UDF who came out in support of me, who worked very, very hard to make this election what it became and to make it a possibility for me to win. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരെയും നേതാക്കളെയും എന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സഹായിച്ചത്, സാധ്യമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ്. And as I said in the beginning of my speech, I thank each and every one of you for the love you have given me. I will not disappoint you. ഞാൻ ഈ സംഭാഷണത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും, വയനാട്ടിലെ ഓരോരുത്തരോടും നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നന്ദി, ഓരായിരം നന്ദി. ಇಫ್ ಯು ಲೈಕ್ ದಿಸ್ ವಿಡಿಯೋ ಬೇಗ ಲೈಕ್ ಮಾಡಿ, ಕಾಮೆಂಟ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ ಹಾಗೂ ಯೋಯೋ ಟಿವಿ ಕನ್ನಡವನ್ನು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ.